എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റിയായ നൂഡിൽസിൻ്റെ റെസിപ്പിയാണ്. ഗോതമ്പ് കൊണ്ടാണ് ഈ നൂഡിൽസ് ഉണ്ടാക്കുന്നത്. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായി 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ഇടാം. 1/2 ടീസ്പൂൺ എണ്ണയും. നന്നായി മിക്സ് ചെയ്യാം. ഇനി ചപ്പാത്തി കുഴയ്ക്കുന്നത് പോലെ കുറച്ച് ലൂസായി തന്നെ കുഴച്ചെടുക്കണം. നൂഡിൽസ് പിഴിഞ്ഞെടുക്കുമ്പോൾ ഇല്ലെങ്കിൽ കഷ്ടമായിരിക്കും. 1/2 കപ്പ് വെള്ളം കുറേശ്ശെ ഒഴിച്ച് കുഴച്ചെടുക്കാം. ചിലപ്പോൾ 1-2 ടേബിൾ സ്പൂൺ കൂടി വേണ്ടി വരും. രണ്ട് 3 മിനിറ്റ് നന്നായി കുഴച്ചെടുക്കാം. മാവ് നല്ല സോഫ്റ്റ് ആയിരിക്കണം, അപ്പോഴാണ് ഈസിയായി പിഴിയാൻ പറ്റുള്ളൂ. ഇത്രയും മതി. 10 മിനിറ്റ് അടച്ചു വയ്ക്കാം. മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതുപോലുള്ള ചെറിയ ചില്ലിലാണ് പിഴിയാൻ പോകുന്നത്. കയ്യിൽ കുറച്ച് എണ്ണ തേച്ചാണ് എടുക്കുന്നത്. നൂഡിൽസ് വേവിക്കുന്നതിനായി 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പിടാം. 1/2 ടീസ്പൂൺ എണ്ണയും. നന്നായി മിക്സ് ചെയ്യാം. വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിഴിഞ്ഞിടാം. ഇടിയപ്പത്തിന് ഉണ്ടാക്കുന്നത് പോലെ പൊടി വാട്ടുകയോ ആവി കയറ്റുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഗോതമ്പ് മാവ് ഇടിയപ്പച്ചില്ലിലൂടെ അത്ര ഈസിയായി വരില്ല. കുറച്ച് നന്നായി പ്രസ് ചെയ്യേണ്ടി വരും. അഞ്ചാറ് മിനിറ്റോളം വേവിച്ചെടുക്കാം. വെന്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. നൂഡിൽസ് എടുത്ത് ഇനി തണുത്ത വെള്ളത്തിലേക്ക് ഇടാം. ഫ്രിഡ്ജിലത്തെ വെള്ളമൊന്നുമല്ല, സാധാരണ നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളമാണ്. രണ്ട് മിനിറ്റ് ശേഷം ഊറ്റിയെടുക്കാം. 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഊറ്റിയെടുക്കാം. ബാക്കിയുള്ളത് കൂടി ഇടാം. നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകളെല്ലാം ചേർക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ചെറുതായി അരിഞ്ഞ സവാള, പച്ചമുളക്, കറിവേപ്പില ഇടാം. സവാള കണ്ണാടിപ്പരുവാകുമ്പോൾ തന്നെ ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം. ഇതിലേക്ക് ചെറിയൊരു പീസ് തക്കാളി അരിഞ്ഞത്, ചെറുതായിരിഞ്ഞ ക്യാബേജ്, ക്യാരറ്റ്, ബീൻസ്, ക്യാപ്സിക്കം. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പിടാം. മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി,
1 ടീസ്പൂൺ ഗരം മസാല. നന്നായി മിക്സ് ചെയ്യാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കാം. ലോ ഫ്ലെയിമിലേക്ക് 5 മിനിറ്റ് തിളപ്പിക്കാം. പച്ചക്കറിയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നൂഡിൽസ് ഇടാം. നന്നായി മിക്സ് ചെയ്യാം. നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തി ഇടാം. പിന്നെ ചെറുതായി മുറിച്ച മല്ലിയിലയും മിക്സ് ചെയ്യാം. വളരെ ഹെൽത്തിയായ ഹോം മെയ്ഡ് നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയായി നൂഡിൽസിൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.